എല്ലാവർക്കും നമ്മുടെ ലിറ്ററൽ ലെൻസിന്റെ 29ാമത്തെ എപ്പിസോഡാണിന്ന്. അപ്പൊ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. നമുക്കറിയാം ലിറ്ററൽ ലെൻസ് ഇപ്പം ഒരുപാട് എപ്പിസോഡുകൾ പിന്നിട്ടുണ്ട്. നമ്മളിപ്പോ വളരെ എന്താ പറയാ 29 എപ്പിസോഡ് എന്നുള്ള ആ ഒരു അത്രയും സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു വായന എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് വിട്ട് നമ്മൾ സ്കൂളിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെ, ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ വായനയൊക്കെ എന്താ പറയാ പ്രായോ അതില്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അവസരങ്ങളാണ്. നമ്മൾ വായിച്ചിട്ടുള്ള ബുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾ അനുഭവിച്ച അതേ ഒരു ഫീലിങ്സോട് കൂടി ബാക്കിയുള്ളവർക്ക് ആ ഒരു കഥ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഇഷ്ടമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലിറ്റററി ലെൻസിന്റെ എപ്പിസോഡ് 29ാമത്തെ എപ്പിസോഡിൽ നമുക്ക് വേണ്ടിയിട്ട് കഥ പറഞ്ഞു തരാൻ വേണ്ടി, അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കിനെ, ഒരു പുസ്തകത്തിന് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു കുഞ്ഞനിയത്തിയാണ്. നമ്മൾ 8ാം ക്ലാസ്സുകാരിയായിട്ടുള്ള സൻഹയാണ്. അപ്പോൾ ബുക്ക് നമ്മൾ ഒരുവിധം എല്ലാവരും ചിലപ്പം അറിയുന്ന ഒരു ബുക്കായിരിക്കാം. ഒരുപാട് എന്താ പറയാ നല്ല റിവ്യൂസ് ഒക്കെ കിട്ടിയിട്ടുള്ള നിംന വിജയ് എഴുതിയിട്ടുള്ള പുതിയ റീസെന്റ് ആയിട്ട് പബ്ലിഷ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അപ്പോൾ നമ്മുടെ സൻഹയുടെ വാക്കുകളിലൂടെ നമുക്ക് ആ ബുക്കിനെ കുറിച്ച്, ആ പുസ്തകത്തെ കുറിച്ച്, അതിലത്തെ എഴുത്തുകാരെ കുറിച്ച്, അതിന്റെ കഥാഗതി, അത് അങ്ങനെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ സൻഹ എന്ന് പറഞ്ഞു തരും. അപ്പൊ സൻഹ, ലിറ്ററൽ ലെൻസിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സൻഹ, ഹലോ മിസ്സേ, ആരും ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. സൻഹ, ഇല്ല മിസ്സേ, കേറിക്കണ അത് റേഞ്ചിന്റെ ചെറിയൊരു ഓക്കെ മിസ്. വീഡിയോ ഓൺ ആക്കണാ മിസ്സേ? മോൾ ഓൺ ആക്കിക്കോ, വീഡിയോ ഓൺ ആക്കിക്കോ കേട്ടോ. നെറ്റ്വർക്ക് റേഞ്ച് ഇഷ്യൂസ് വല്ലതും വരുവാണെങ്കിൽ ക്യാൻസൽ ചെയ്താൽ മതി. തിരിഞ്ഞിരിക്കാൻ പറ്റുമോ? ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ വിസിബിൾ ആയിരിക്കും. വെരി ഗുഡ്. റേഞ്ച് കുറവാ. ഇങ്ങനെ ചെയ്തോ. റേഞ്ച് കുറവാണ്. ഓക്കെ ഫൈൻ. യെസ്. മനുഷ്യന്റെ ഏറ്റവും സവിശേഷതയിൽപ്പെട്ടതാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സ്വയം തീരുമാനമെടുക്കുക. എന്നാൽ നമ്മുടെ സവിശേഷതകളിൽ വളരെ അപൂർവമായുള്ള ഈ ഒരു കാര്യം ഉണ്ടാവാൻ ഭംഗിയായിട്ടുള്ള ഒരു നോവലാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. സത്യത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് ചുറ്റുള്ളവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അവരെ ആവശ്യങ്ങൾ നിറവേറ്റാനും അവരെ കാര്യങ്ങൾ തൃപ്തിപ്പെടുത്താനുമാണ്. മിസ്സേ, വീഡിയോ ഓഫ് ആക്കണതല്ലേ നല്ലത്? മിസ്സേ, ഓഫ് ചെയ്തോ. നെറ്റ്വർക്ക് കുറവാന്ന് തോന്നുന്നു. നല്ല റേഞ്ച് പ്രോബ്ലം ഉണ്ട്. വീഡിയോ ഓഫ് ചെയ്തോ. ഒന്ന് ആദ്യം മുതൽ പറയല്ലേ? യെസ്. നമസ്കാരം, എൻ്റെ പേര് ഫാത്തിമ സൻഹ. ഞാൻ 8th ക്ലാസ്സിലെ MIGHS ഫോർ ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോ വായനനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ പറയാൻ പോണത്. ഒരു ബുക്ക് റിവീൽ ചെയ്യാനാണ് പോണത്. മനുഷ്യന്റെ ഏറ്റവും സവിശേഷതയിൽപ്പെട്ടതാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സ്വയം തീരുമാനമെടുക്കാനും അതിൽ നിന്ന് തന്നെ കരുത്താർജിച്ച് മുന്നോട്ട് നടക്കാൻ സാധിക്കുന്നതും. നമ്മുടെയൊക്കെ സ്വഭാവ സവിശേഷതകളിൽ വളരെ അപൂർവമായി നിൽക്കുന്ന ഈ ഒരു കാര്യത്തെ ഭംഗിയായി അവതരിപ്പിച്ച ഒരു നോവൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്നു. നിംന വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്.
സത്യത്തിൽ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്. അവരെ തൃപ്തിപ്പെടുത്താനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുമാണ്. അപ്പോൾ നമ്മൾ നമ്മൾക്കുള്ളിലെ ഒരാളെ കുറിച്ച് ആലോചിക്കാറില്ല. എനിക്ക് എന്താണ് വേണ്ടത് ഓർക്കാറില്ല. ഏറ്റവും ഇഷ്ടമുള്ളവരെ ചോദിക്കുമ്പോൾ നമ്മൾ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെ പേര് പറഞ്ഞു പോകും, അല്ലേ? അപ്പോൾ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ട്. സെൽഫ് ലവ്. നമുക്ക് നമ്മളെ മനസ്സിലാവുന്ന അത്രമേൽ നമ്മളെ മറ്റൊരാൾക്ക് മനസ്സിലാവൂലടോ. സ്വയം നൽകുന്ന സ്നേഹവും വിശ്വാസവും ധൈര്യമാണ് ഒരാളെ നയിക്കുന്നതും നമ്മളെ പൂർണ്ണമാക്കുന്നതും. എനിക്ക് എന്നും ഉണ്ടാകുമെന്ന് തോന്നിയ ഒരു ബന്ധമുണ്ട്. അതേ ഒരു ഘട്ടത്തിൽ അതേ ഒരു ബന്ധം തന്നെയായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. ഒരാളുടെ കുറവിൽ എന്നെ ആശ്വസിപ്പിച്ചതും മുന്നോട്ടുള്ള ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് പഠിപ്പിച്ചതും. ജീവിതം ഒരു പാഠമാണ്, അതിൽ കടന്നു വരുന്ന ഓരോ പാഠഭാഗവും മനസ്സിലാക്കി പഠിക്കണമെന്നും, ഒരു പാഠഭാഗം വായിച്ചതിനു ശേഷം അടുത്ത പാഠഭാഗം വായിച്ച് പഠിച്ച പാഠഭാഗം അത്രമേൽ മനോഹരമാണെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുക, പിന്നീട് നമ്മളെ ഉണ്ടാകൂ. ഏറ്റവും ഇഷ്ടമുള്ളവരെ കുറിച്ച് ഒരാളുടെ പേര് പറയാൻ ആവശ്യപ്പെടുമ്പോൾ എത്ര പേരുകൾ എത്ര പേരുകൾക്ക് ഒടുവിലാണ് നാം നമ്മളെ കുറിച്ചൊന്ന് എനിക്ക് ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ നമുക്ക് എപ്പോഴും കഴിയാറില്ല. അങ്ങനെ കഴിയുന്നുണ്ടത് നാം നമ്മളെ സ്വയം നിടത്തു വെച്ചാണ് സത്യത്തിൽ ജീവിതം മാറിത്തുടങ്ങുന്നത്. അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ് ഈ നോവൽ. ജീവിതത്തിന്റെ എല്ലാ വൈകാരികതയും കടന്നു വരുന്ന ഈ യാത്രക്കൊടുവിൽ എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഈ നോവൽ പൂർണ്ണമാക്കും. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന ബുക്ക് നിങ്ങൾ വായിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെയാണ് എന്ന് പറയാൻ ഈ നോവൽ പൂർണ്ണമായും വായിച്ചാലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കില്ല, ഉറപ്പാണ്. അപ്പൊ എല്ലാരും ഈ നോവല് വായിക്കുക. പറ്റുന്നവരൊക്കെ വായിക്കാൻ നോക്കുക. നല്ല നോവലാണ്, എല്ലാരും വായിക്കട്ടാ. ഫിനിഷഡ്. ഹലോ, മോളത് കംപ്ലീറ്റ് ചെയ്തോ? ഇനി പറയുന്ന എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാനുണ്ടോ? ഹലോ സൻഹ. ഒന്നുമില്ല, ഇവിടെ ചെറുതായിട്ട് റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്, അതാണ് ഇടക്കിടക്ക് ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് പേരെങ്കിലും വായിച്ചിട്ടുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ബുക്കായിരുന്നു, ഒരു പുസ്തകമായിരുന്നു അല്ലേ? ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, നിമ്ന വിജയുടെ. അപ്പൊ അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ കുഞ്ഞനിയത്തി പ്രസന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? മോൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കണം എന്ന് വിചാരിക്കണം. മുന്നൊന്നും അങ്ങനെ ഒരു ബുക്ക് റിവ്യൂ അതല്ലെങ്കിൽ അങ്ങനെയൊന്നും പ്രസന്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്നാലും അതിന്റെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ വളരെ ക്രിസ്പായിട്ട് അതിലത്തെ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു. പിന്നെ ഇനിയിപ്പോ നമുക്ക് വളരെ നന്നായി പറഞ്ഞു. ഇനി ഒരുപാട് ബുക്കുകൾ വായിക്കുക. എന്താ മോളെ ക്ലിയർ ആയില്ല? നന്ദി. ഓ, താങ്ക് യു. അപ്പം നന്നായിട്ട് ബുക്കുകളൊക്കെ വായിക്കുക. എന്താ പറയാ, വായനയുടെ ലോകങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അത് കീഴടക്ക് പോയിട്ട്. ഓക്കെ, ഒരുപാട് ബുക്കുകൾ ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്തു. ഇനി ആർക്കെങ്കിലും ഇനി റിവ്യൂ പറയാനുള്ള അവസരമാണ്, ഫീഡ്ബാക്ക് പറയാനുള്ള അവസരമാണ്. അപ്പോൾ മുന്നോട്ട് വരാം. ആരാണ് ആദ്യം പറയുന്നത്? റമിത മിസ്. മിസ്സേ, കേൾക്കാം.
താങ്ക് യു മിസ്. അടുത്തതായിട്ട് ഫീഡ്ബാക്ക് പറയുന്നത് ആരാണ്? ഐശ്വര്യ. ഹലോ ശബന, ഇയാളോട് ഇയാള് സ്വയം പറഞ്ഞു. തയ്യാറെടുത്ത് വന്നതാണോ അതോ നമ്മളിൽ ആരെങ്കിലും ഇങ്ങനെ പരിപാടി ഉണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെന്നതാണോ? എന്തായാലും സംഭവം എന്താണെന്നറിയില്ല. എന്നാൽ പോലും ഈ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇത് അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്ന ഒരു പരിപാടിയിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു വന്നല്ലോ. വലിയ കാര്യം അത്. ആദ്യം ആ തയ്യാറെടുത്ത് വന്നതിന് ഉണ്ണിക്ക് നല്ല അഭിനന്ദനങ്ങൾ നേരുന്നു. പിന്നെ പറ്റണ പോലെ മൂപ്പര് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടാ. താങ്ക് യു മിസ്. ആടാ, ഓക്കെ. നമ്മള് ജസ്റ്റ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഞാൻ മിസ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് അവള് വന്നത്. കാരണം ഒരു പ്രത്യേക ഒരു കോൺഫിഡൻസ് അവളുടെ മുഖത്തുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്യാം, കാരണം നമ്മള് വലിയവരാണോ അല്ലെങ്കിൽ അത്രയും ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടി വരും ഒന്നുമില്ല, ഞാനത് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയായിരുന്നു അവൾക്കത് പറയുമ്പോഴും. ഒരു പ്രത്യേക ഒരു ഇഷ്ടം സന്തോഷത്തോടു കൂടെ തന്നെയാണ് അവൾ വന്നിട്ട് ഇപ്പൊ ഈ പരിപാടിയിൽ നമ്മളെ കൂടെ ഇപ്പൊ നിന്നത്. എനിക്കിതില് ഏറ്റവും നന്ദി പറയാനുള്ളത് എനിക്ക് എന്റെ ജസീന മിസ്സിനോടാണ്. ഞാൻ ലൈബ്രറിയിൽ അടുത്ത ബുക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് ജസീന മിസ് ചോദിച്ചു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒന്ന് ഇതായി. അപ്പൊ എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ജസീന മിസ്സിനോട് നന്ദി, എല്ലാരോടും നന്ദി. ശരി മിസ്. ഇനി ആരും ഫീഡ്ബാക്ക് പറയാനുണ്ട് ആരെങ്കിലും? ഓക്കെ. അപ്പോൾ സൻഹ, എന്തായാലും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുക. അതിൽ നല്ല നല്ല അറിവുകൾ ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കാനും ഒക്കെ നമുക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് എല്ലാവിധ വിജയാശംസകളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലിറ്ററേലൻസിൻ്റെ സെഷന് അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു.